ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡെസ്ക് ഡയറി. ഇന്നൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് ആയാലോ. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് മെയിനായിട്ട്. ബട്ട് മിക്കപ്പോഴും എൻ്റെ ബാഗിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവാറ്. ബുക്ക് ഒഴികെ ബാക്കിയെല്ലാം എൻ്റെ ബാഗിലുണ്ടാവും. പിന്നെ ഈ ബാഗ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ബട്ട് ഇതിൻ്റെ സെയിം ഞാൻ ഡൈക്കറ്റ് സ്മാർട്ടിൽ ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡൈക്കറ്റ് സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഫ്രണ്ട് നോക്കി കിടക്കുന്ന ആ ഒരു കീ ചെയിൻ ഉണ്ടല്ലോ, അതെൻ്റെ സ്വന്തം ആട്ടോ. അത് ബാഗിനോട് അറ്റാച്ച് ചെയ്ത് കിട്ടിയതൊന്നും അല്ല. ഈ ബാഗിൽ 2 വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് പുറത്ത്. അതുപോലെ തന്നെ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഉള്ളിൽ 2 ചെറിയ പൗച്ചസുമാണ് ഉള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇപ്പോൾ കണ്ടില്ല, ഞാൻ കുറേ സാധനം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഈ ഒരു നോട്ട് പാഡ് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടായിരിക്കും. ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ മറന്നു പോകാണ്ടിരിക്കാനൊക്കെ എഴുതി വെക്കുന്ന ഒരു നോട്ട് പാഡാണ്. ഇതെൻ്റെ യൂട്യൂബിൻ്റെ പ്ലാനൊക്കെ ചെയ്യുന്ന ഒരു ഡയറിയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുന്നത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ കണ്ടൻറ്റ് എഴുതി വയ്ക്കാനും അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ക്ലിപ്സ് എടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിത് കുറേ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. വാട്ട്സ് ഇൻ മൈ പൗച്ച് എന്നും പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ല, എൻ്റെ പൗച്ചിൽ എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോയിൽ ഞാൻ വേഗം ഒന്ന് കാണിച്ച് പോട്ടെ എന്തൊക്കെ എൻ്റെ പൗച്ചിൽ ഞാൻ വെക്കാറുള്ളതെന്ന്. ദേണ്ടടാ, ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊരു ബാഗ് ഇറങ്ങി വരുന്നത് വേറെ ഒന്നല്ല കേട്ടോ. ഈ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ പല സാധനങ്ങളും പല സ്ഥലത്തായിട്ട് ഇടുമ്പോൾ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഉള്ളൊരു സ്ലിംഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് എമർജൻസി ആയിട്ടുള്ള ഐറ്റംസ് ലൈക്ക് സാനിറ്ററി നാപ്കിൻ, പിന്നെ ഇങ്ങനെ ഒരു കവർ. ഇത് മഴ പെയ്യുമ്പോൾ കുട നനഞ്ഞ് കഴിഞ്ഞാൽ അത് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ബാൻഡേജ്, ചീപ്പ്, ഇൻഹേലർ, ലിപ്സ്റ്റിക്ക്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് പെർഫ്യൂം. സമ്മർ ടൈമിലൊക്കെ പെർഫ്യൂം അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ബാഡ് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ പെർഫ്യൂം ഞാൻ കൈ വയ്ക്കാറുണ്ട്. പിന്നെ നമ്മുടെ മെഡിസിൻ ഐറ്റംസ്, അതുപോലെ ഒരു കൊന്ത, ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ വയ്ക്കുന്ന സാധനങ്ങളാട്ടോ. പിന്നെ സേഫ്റ്റി പിന്ന്, ഹെയർ ടൈസ് ഒക്കെ. പിന്നെ ഈ ഒരു പൗച്ച് ഉണ്ടല്ലോ, അത് ബാഗിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ മെയിനായിട്ട് ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ പൈസയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കും. അതുപോലെ തന്നെ ഈ ലിപ് ബാം എനിക്ക് എപ്പോഴും ആവശ്യം. ലിപ്സ്റ്റിക്ക് എനിക്കിങ്ങനെ ആവശ്യം വരാറില്ല, പക്ഷേ ലിപ് ബാം ഭയങ്കര ആവശ്യം, അത് വയ്ക്കും. പിന്നെ ഇതൊരു കോയിൻ പോച്ചാട്ടോ. ഇപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ഡോറിമോൻ കോയിൻ പോച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളതാട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഒരു കസിൻ തന്നതാണ്. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കുറച്ച് കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.